ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയോട് പാർക്കിലെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ എന്തായാലും സൂക്ഷിച്ചു, എത്രയും വേഗം നീ അവളെ കൂട്ടിക്കൊണ്ടുപോകും, അമ്മയുടെ വാക്ക് കേട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അവസ്ഥയാവും നിനക്ക് എന്നൊക്കെ പറഞ്ഞ് താക്കീത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാട്ടെ. സുധി ആണെങ്കിൽ ആകെ ടെൻഷനിൽ അങ്ങ് നിൽക്കുവാണേ. പിന്നീട് കാണിക്കുന്നത് അരുൺ ദേവുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുൺ ചോദിക്കുന്നു, നേരെ പാതിരാത്രിയായാലും എന്നിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ വേറെ ആരോടുമല്ലല്ലോ അരുണേട്ടനോടല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ദേവു മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാതെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നത്. ലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ ദേവു കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് തന്നെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ദേവുവിനോടായിട്ട് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് തൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് ദേവു മറുപടി പറയുന്നുണ്ടെങ്കിലും കാര്യം മനസ്സിലാക്കുന്ന ലക്ഷ്മി വേഗം തന്നെ ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ മണ്ടിയാണെന്ന് നീ കരുതൊന്നും വേണ്ട, എനിക്ക് എല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്ത് കാര്യം തിരക്കുന്ന സമയത്ത് ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടുന്ന് ദേവുവിനെ രൂക്ഷമായി നോക്കിയതിന് ശേഷം പോകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളിലും എന്നെ ഉപദേശിക്കുന്ന ആണല്ലോ, ഇപ്പൊ നിനക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് നീ നിന്റെ കാര്യം നോക്കി പോടാ എന്ന് ദേവു മറുപടി പറയുമ്പോഴത്തേക്ക് നീ എങ്ങോട്ടേക്ക് ഓടിപ്പോവാതിരുന്നാൽ മതിയെന്ന് ഒരു ദേഷ്യത്തോട് തന്നെ പറഞ്ഞതിന് ശേഷം ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദേവു എത്രയും വേഗം വീട്ടിൽ അരുണേട്ടന്റെ കാര്യം പറയണം, കല്യാണത്തെ കുറിച്ച് സംസാരിക്കണം, എല്ലാം തന്നെ എത്രയും വേഗം തീർപ്പാക്കണം എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുകയാകട്ടെ. ഇതേ സമയം തന്നെ വർഷയാകട്ടെ ഓരോ യൂട്യൂബ് ചാനലിലുള്ള ഓരോ വീഡിയോസും കണ്ടുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകട്ടെ. ഈ ഒരു സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വന്ന് സഹായിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും വേണ്ട രേവതി ചേച്ചി ഞാൻ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ വർഷ അടുക്കളയിലായതുകൊണ്ട് തന്നെയും താൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിൽ ആരെ ഹെൽപ്പ് എനിക്ക് വേണ്ട, ഞാൻ തന്നെ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോളാമെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും കടുങ്കൈ വേണോ പക്ഷേ ഇന്ന് എല്ലാവരും രാവിലെ പട്ടിണി കിടക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഒന്ന് പോയേടെ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ശ്രീകാന്തിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അപ്പൊ ശ്രീകാന്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ട് ഇന്ന് മിക്കവാറും എല്ലാവരും പട്ടിണി ആവാനാണ് സാധ്യത. അതേ രീതിയിൽ തന്നെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ തനിക്ക് വിശക്കുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന നേരത്തെ രവി പറയുന്നുണ്ട്, എന്തായാലും നീ വെയിറ്റ് ചെയ്യും, വർഷമോളല്ലേ അടുക്കളയിൽ കയറി ഉണ്ടായിക്കൊണ്ട് വരുന്നത്, അവളിപ്പോൾ തന്നെ വരുമായിരിക്കുമെന്ന് പറയുമ്പോഴത്തേ ശ്രീകാന്ത് ഒരു ആക്കി തലയാട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് വർഷ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി, ശ്രീകാന്തെ നീ ഇരിക്കുക, രേവതി ചേച്ചി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പിടിച്ചിരുത്തിയതിന് ശേഷം ഉപ്പുമാവ് എടുക്കാട്ടോ. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഉപ്പുമാവ് തന്നെയാണ് കേട്ടോ. കയ്യിലിട്ട് കുത്തി ഇളക്കിയിട്ട് ഉപ്പുമാവ് വരാത്തത് കൊണ്ട് തന്നെ വർഷ പ്ലേറ്റിൽ ബലം പിടിച്ച് തന്നെയാണ് ഉപ്പുമാവ് എടുക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അതിശയത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു കാര്യത്തിൽ തൂക്കിയിരിക്കുന്ന രവിയുണ്ട്. രവി ഒരു ഒന്നൊന്നര അഭിനയാണ് കേട്ടോ. ആ ഒരു സമയത്ത് അവിടെ കാഴ്ച വെക്കുന്നത് നമ്മുടെ വർഷയുടെ ഓരോ ചട്ടകം കൊണ്ടുള്ള ഉപ്പുമാവ് എടുക്കലും ഫുഡ് കഴിക്കുന്നതുള്ള ഭാഗങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. രവി എന്നല്ല എല്ലാവരും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കഥയിൽ നിന്ന് മാറിപ്പോണ്ട് കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ വർഷം എല്ലാവർക്കും ഫുഡ് കുത്തി ഇളക്കി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാഴ്ച കൊണ്ടുകൊണ്ട് അതിശയിച്ച് നിൽക്കണ്ടോ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് കുറച്ച് മതിയെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചാണ്ട് മേടിക്കും. ശ്രീകാന്ത് എന്നല്ല എല്ലാവരും കുറച്ചേറെ മേടിക്കുന്നത്. അതിനുശേഷം വർഷ പറയുന്നുണ്ട്, എന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ 3-4 വീഡിയോ നോക്കി ചെയ്താണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും കുറച്ചെടുത്ത് വായിലേക്ക് വെക്കുന്നുള്ളൂ കേട്ടോ. അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ വായിക്കാൻ നമ്മുടെ വർഷയുടെ ഫുഡ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്ന, എല്ലാവർക്കും ഫുഡ് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്ത് കൊള്ളാമെന്ന് സച്ചി രേവതി ഒരേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. ശ്രീകാന്തിനോട് ചോദിക്കുന്ന ശ്രീകാന്തും പറയൂട്ടോ, കുഴപ്പമില്ല നല്ലതാണ്, പക്ഷെ നീ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു വർഷ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്കും ഒരാളൊരു ഫുഡ് ഉണ്ടാക്കി തരുന്ന സമയത്ത് അതിന് നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേണം അതിന്റെ ചീത്ത വശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. വർഷമോൾ ആദ്യമായിട്ട് അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ, എന്തായാലും ഫുഡ് കൊള്ളാമെന്ന് രവിയും മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ സത്യം പറയും ഈ ഫുഡ് കൊള്ളില്ല വർഷ എന്ന് പറയുമ്പോഴത്തേക്കും വർഷയുടെ മുഖഭാവം വേഗം മാറട്ടെ. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട്, ആര് പറഞ്ഞു കൊള്ളില്ല, നല്ല ഫുഡ് തന്നെ വർഷ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഈ ഒരു സമയം തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, വന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും കള്ളം പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും വർഷ വേഗം ചോദിക്കുകയാണ്, എൻ്റെ ഫുഡ് കൊള്ളില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല നല്ല ഫുഡാണ് വർഷ എന്ന് രേവതി മറുപടി പറയാണ്. എന്നാൽ ഇനി മുതൽ ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ഞെട്ടലോട് കൂടി തന്നെ വർഷയെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് എഴുന്നേറ്റ് ചെന്നതിന് ശേഷം നീ ഒരു ഫുഡ് കഴിച്ചു നോക്കിയെന്നും പറഞ്ഞിട്ട് വർഷയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വർഷ പറയുന്ന കൂടി തന്നെ രേവതി ചേച്ചി ഹെൽപ്പറായിട്ട് ഞാൻ എന്നും നിന്നോളാം, രേവതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് മാത്രം നീ പഠിച്ചാൽ മതിയെന്ന് ചന്ദ്ര കളിയാക്കുന്ന രീതിക്ക് തന്നെ പറയുകയാണ്. വേഗം തന്നെ സച്ചി പറയുന്ന അമ്മ തമാശ പറഞ്ഞ് എല്ലാവരും ഒന്ന് പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കളിയാക്കുന്ന
രീതിക്ക് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ രവി പറയുന്നത് മതി മതി എല്ലാവരും ഫുഡ് കഴിക്കാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് ഒരു കണക്കിന് തന്നെ കഴിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈച്ചയെയും സച്ചിയെയുമാണ്. ഈച്ച പ്രണയിച്ചുകൊണ്ടിരുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് കളിയാക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അരുൺ ഫോണിൽ വിളിച്ചുകൊണ്ട് വരുന്നത്, ഹെൽമറ്റും ഇല്ലാതെ. ഈ ഒരു കാഴ്ച സച്ചി വേഗം മൊബൈലിലേക്ക് പകർത്തുമ്പോഴത്തേക്കും എടാ സച്ചി വേണ്ടാത്ത പണിക്ക് നീ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈച്ച തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി അരുണോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് തന്നെ ആ ഒരു വീഡിയോ ഫോണിലേക്ക് റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അരുണാണെങ്കിലോ വണ്ടി നിർത്തിയതിനു ശേഷം അമ്മയ്ക്ക് മെഡിസിൻ മേടിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ചെന്നതിന് ശേഷം സാർ നിയമം എല്ലാവർക്കും ബാധകമല്ലേ, സാധാരണക്കാർ മാത്രമല്ലല്ലോ മറ്റും വെച്ച് ഓടിക്കണം നിർബന്ധമുള്ളൂ, മാത്രമല്ല സാർ മൊബൈൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അരുൺ പറയുന്നുണ്ട് അത് അത്യാവശ്യ കോളാണ് അതുകൊണ്ടാണ് എടുത്തത്, പിന്നെ അമ്മയ്ക്ക് വേണ്ടി മെഡിസിൻ മേടിക്കാൻ വന്നപ്പോൾ വേഗം ഹെൽമെറ്റ് വെക്കാൻ മറന്നു പോയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ സാധാരണക്കാരും മറുപടി പറഞ്ഞ സാർ സമ്മതിക്കും, സാർ നിയമമൊക്കെ നോക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈച്ച പറയുന്നുണ്ട് സച്ചി മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കണ, സാറിനോട് എനിക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സച്ചി മറുപടി പറയുന്നുണ്ട്. നീ എന്താ മനഃപൂർവ്വം ഉടക്കാൻ വന്നിരിക്കുകയാണോ എന്ന് അരുൺ ചോദിക്കുന്ന സമയത്ത് ഞാൻ ന്യായത്തിന്റെ ഭാഷയിലല്ലേ സംസാരിച്ചെന്ന് സച്ചി പറയുമ്പോഴത്തേക്കും വേഗം തന്നെ അരുൺ സച്ചിയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ആ കൈ തടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.